ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയുടെ 13ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ 4 ശുശ്രൂഷകളായ ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫൊറ എന്നിവയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അനുരഞ്ജന ശുശ്രൂഷയും വിഭജന ശുശ്രൂഷയുമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അനുരഞ്ജന ശുശ്രൂഷ 1ാം ഭാഗം. ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ നൽകിക്കൊണ്ട് നമുക്കായി ഒരുക്കുന്ന വിരുന്നിൽ യോഗ്യതയോടെ പങ്കുചേരാൻ ആവശ്യമായ പ്രാർത്ഥനകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തതുമൂലം ദൈവവുമായി ഉണ്ടായ അകൽച്ചയെ മാറ്റി സ്നേഹത്തിലും ഐക്യത്തിലും വീണ്ടും ഒന്നിപ്പിക്കുന്ന പ്രക്രിയ കൂടെയാണ് 1ാം ഭാഗം. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് സമൂഹം ചൊല്ലുന്നു. അനുരഞ്ജന കൂദാശയുടെ അവസാനം, അതായത് വിഭജന ശുശ്രൂഷയ്ക്ക് ഒരുക്കമായി കാർമ്മികൻ ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തി കർത്താവിൻ്റെ ശരീരം വിഭജിക്കാൻ പാപിയായ താൻ അയോഗ്യനാണെന്ന് ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഈ സമയത്ത് നടത്തുന്ന ധൂപാർപ്പണം നമ്മെ പാപമോചനത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നയിക്കുന്നു. അനുരഞ്ജന കൂദാശയുടെ ആദ്യ ഭാഗം ദൈവവുമായുള്ള അനുരഞ്ജനത്തിനും 2ാം ഭാഗം സഹോദരരുമായുള്ള അനുരഞ്ജനത്തിനും ഊന്നൽ നൽകുന്നു. അടുത്തത് വിഭജന ശുശ്രൂഷ അല്ലെങ്കിൽ കുർബാന ഉയർത്തൽ കർമ്മം. കുർബാനയിലെ ഏറ്റവും ദൈവാനുഭവപ്രദമായ നിമിഷങ്ങളിലൊന്നാണ് വിഭജന ശുശ്രൂഷയുടെ സമയം. കൈകൾ കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബലിപീഠം ചുംബിക്കുന്നു. തുടർന്ന് ആചാരം ചെയ്തതിനു ശേഷം കാസയുടെ മൂടി മാറ്റുന്നു. പീലാസയിൽ നിന്നും തിരുവോസ്തി കരങ്ങളിൽ ഉയർത്തി അതിന്മേൽ നോക്കിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6ാം അധ്യായത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ച് ഈശോ നൽകുന്ന പ്രബോധനത്തിന്റെ സംഗ്രഹമാണ് ഈ പ്രാർത്ഥനയിൽ കാണുന്നത്. തുടർന്ന് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുമ്പോൾ കാർമ്മികൻ തിരുശരീരം പ്രാർത്ഥനയോടെ ഉയർത്തുന്നു. ഇവിടെയാണ് ദൈവജനം കാണത്തക്ക വിധം തിരുശരീരമായി തീർന്ന അപ്പം കാർമ്മികൻ തൻ്റെ ശിരസിന് മുകളിൽ ഉയർത്തി കാണിക്കുന്നത്. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എന്നത് ഈശോയുടെ മനുഷ്യ അവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി സമൂഹം വിഭജന ഗീതം എന്നറിയപ്പെടുന്ന ഒനീസ ആലപിക്കുന്നു. ഈ സമയത്ത് തിരുവോസ്തി 2ആയി വിഭജിക്കുന്നു. രണ്ടായി വിഭജിക്കുന്നത് ഈശോയുടെ പീഠാസഹനത്തെയും മരണത്തെയുമാണ് അനുസ്മരിപ്പിക്കുന്നത്. കുരിശിൽ കിടന്നപ്പോൾ ഒലിച്ചിറങ്ങിയ രക്തത്തുള്ളികൾ കൊണ്ട് ഈശോയുടെ ശരീരം നനഞ്ഞതുപോലെ മുറിക്കപ്പെട്ട അപ്പത്തിലൊരു ഭാഗം കാസായിലെ രക്തത്തിൽ മുക്കുമ്പോൾ ശരീരവും രക്തവുമായുള്ള സംയോജനം നടക്കുന്നു. ജീവൻ തിരിച്ചു വരുന്നു. അപ്പോൾ ഇരുഭാഗങ്ങളും ചേർത്ത് പിടിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തെ അനുസ്മരിക്കുന്നു. അനന്തരം തിരുരക്തത്തിൽ മുക്കിയ വലത്ത് കൈയിലുള്ള ഭാഗം കൊണ്ട് തിരുശരീരം കുരിശാകൃതിയിൽ റൂഷ്മ ചെയ്യുന്നു. ഇരു സാദൃശ്യങ്ങളിലും കുർബാന നൽകുവാൻ സാധിക്കാത്തപ്പോൾ കൂദാശ ചെയ്ത മറ്റു തിരുവോസ്തികളുടെ മേലും ഇപ്രകാരം റൂഷ്മ ചെയ്യുന്നു. റൂഷ്മ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം അടയാളം എന്നാണ്.
കുരിശിന്റെ രൂപത്തിൽ അടയാളപ്പെടുത്തുന്നതിനെയാണ് റൂഷ്മ ചെയ്യുക എന്ന് പറയുന്നത്. തുടർന്ന് ദിവ്യ രഹസ്യങ്ങൾക്ക് ചുറ്റും വച്ചിരിക്കുന്ന ശോശപ്പ കാർമികൻ നിവർത്തിവെക്കുന്നു. മിശിഹായുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കാനാണ് തിരുക്കച്ചയുടെ പ്രതീകമായി ശോശപ്പ നിവർത്തിവെക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈശോയുടെ മരണവും ഉത്ഥാനവും അടയാളങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഇവിടെ പുനരവതരിപ്പിക്കപ്പെടുന്നു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ മിശിഹ എന്ന ഭക്ഷണം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിടർത്തിയിട്ട ശോശപ്പ നമ്മെ അറിയിക്കുന്നു. തുടർന്ന് കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ തൻ്റെ അയോഗ്യത പരിഗണിക്കാതെ ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകനും മധ്യസ്ഥനുമായി തിരഞ്ഞെടുത്ത മിശിഹായിക്ക് നന്ദി പറയുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന കാർമികന്റെ പ്രാർത്ഥനയോടെ വിഭജന ശുശ്രൂഷ പൂർത്തിയാക്കുന്നു. അടുത്തത് അനുരഞ്ജന ശുശ്രൂഷ 2ാം ഭാഗം, അതായത് അനുതാപ ശുശ്രൂഷ. കുർബാന സ്വീകരണത്തിനുള്ള അടുത്ത ഒരുക്കമാണ് അനുരഞ്ജന കാറോസൂസ. കുർബാന സ്വീകരണത്തിനായി എന്തൊക്കെ ചെയ്യണമെന്നും കുർബാനയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും ഈ പ്രാർത്ഥന നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ബലിയും വിരുന്നുമായ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നാം ഈശോ നമുക്കായി മുറിച്ചു വിളമ്പുന്ന അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നത് കുർബാന അനുഭവത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ്. അതിനാൽ കുർബാന സ്വീകരിക്കാൻ തക്ക ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി വേണം ബലിയിൽ പങ്കുചേരാൻ. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27-ാം വാക്യം നമുക്ക് ഓർക്കാം. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവർ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. കുർബാനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് പാപമോചനം നേടുക എന്നതാണ്. മാരക പാപം ചെയ്ത ഒരു വിശ്വാസി പശ്ചാത്തപിച്ച് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ലഘുപാപങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും കുമ്പസാരിച്ചതിന് ശേഷം കുർബാനയിൽ പങ്കെടുക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ അനുരഞ്ജന ശുശ്രൂഷാ സമയത്ത് നാം ചെയ്ത ലഘുപാപങ്ങൾ പശ്ചാത്താപത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കുക. അപ്പോൾ ഈശോയെ സ്വീകരിക്കുവാൻ നാം യോഗ്യരായിത്തീരും. ഈ ലഘുപാപങ്ങളുടെയും പൂർണ്ണ പാപമോചനം ലഭിക്കുവാൻ അടുത്ത കുമ്പസാരത്തിൽ ഇവ ഏറ്റുപറയുകയും ചെയ്യണം. അനുതാപ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി ശുശ്രൂഷ ഒരു ഉദ്ഘോഷണം നടത്തുന്നുണ്ട്. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം എന്ന് തുടങ്ങുന്ന ഈ പ്രഘോഷണം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തെ ഒരുക്കുന്നു. ദൈവജനത്തിന് മനസ്താപമുണ്ടാവണമെന്നും ആ മനസ്താപത്തിലൂടെ നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നും ആ ജീവിതത്തെ തുടർന്ന് കൊണ്ടുപോകാനുള്ള ആത്മീയ പ്രതിജ്ഞ എടുക്കണമെന്നും ദൈവകരുണയ്ക്കായി യാചിക്കണമെന്നും ഉള്ള ചിന്തയാണ് ഈ പ്രഘോഷണം നമുക്ക് നൽകുന്നത്. അനുരഞ്ജന കാറോസൂസ പരസ്നേഹത്തിൻ്റെ കാറോസൂസ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പാപങ്ങൾ ക്ഷമിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പ്രധാനമായ ഉള്ളടക്കം. ശുശ്രൂഷി ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ഈ കാറോസൂസ ചൊല്ലുന്നു, അല്ലെങ്കിൽ ഗായക സംഘം ഇത് ഗാനാരൂപത്തിൽ ആലപിക്കുന്നു. ശുശ്രൂഷയും ജനങ്ങളും ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഗാനാലാപനത്തേക്കാൾ കൂടുതൽ നല്ലതെന്ന് ഭൂരിഭാഗം ജനങ്ങളും അഭിപ്രായപ്പെടുന്നു. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വിജ്ഞതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഭൗതീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. ശുശ്രൂഷി ഈ അനുതാപ കാറോസൂസ ചൊല്ലുന്ന സമയം കാർമികൻ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കൂശാപ്പ പ്രാർത്ഥന ചൊല്ലുന്നു. ഈ കൂശാപ്പ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ കരുണ യാചിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളിലൂടെ നമുക്ക് ലഭിച്ചതിനെയും ഓർമ്മിക്കുന്നു. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ശുശ്രൂഷി അനുതാപ കാറോസൂസ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. തുടർന്ന് കാർമികൻ പാപവിമോചന പ്രാർത്ഥന താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. 13-ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 14-ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.